ആദരവുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിക ചർച്ചകളും വിശകലനങ്ങളും നടത്തിക്കൊണ്ടുള്ള വീഡിയോകളിൽ നിന്ന് ഞാൻ ഏറെക്കുറെ പിന്തിരിഞ്ഞ ഒരു കാലഘട്ടമാണ്. അതിൻ്റെ കാരണം, ഈ രംഗത്ത് ഞങ്ങളൊക്കെ വന്ന് ഇസ്ലാമിനെക്കുറിച്ച് ബോധവൽക്കരിക്കാനും ഖുർആനും ഹദീസുകളും ഉപയോഗിച്ച് ചർച്ച ചെയ്യാനും കാരണം, ഞങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ച, പരോക്ഷമായോ പ്രത്യക്ഷമായോ ഇത്തരം ചർച്ചകളിലേക്കും സംവാദങ്ങളിലേക്കും ക്ഷണിച്ച നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ നേതാവായ ജനാബ് എം അക്ബറും മുജാഹിദ് ബാലുശ്ശേരിയും പ്രിയപ്പെട്ട സഹോദരൻ മുഹമ്മദ് ഈസയും ഒക്കെയാണ്. ഈ ആളുകളാണ് കൂടെ ഞങ്ങളെ സംവാദത്തിന് നിർബന്ധിച്ചു കൊണ്ടിരുന്നത്, ചർച്ചകളിലേക്ക് ഞങ്ങളെയൊക്കെ വലിച്ചിഴച്ചത്. ഞങ്ങളാരും ഇവരുടെ പേരുകൾ പറയുകയോ ഇവരുടെ പ്രോഗ്രാമുകളെക്കുറിച്ച് മോശമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്തിരുന്ന ആളുകളല്ല. ഞങ്ങളുടെ വ്യവഹാര മേഖലയും അതായിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇസ്ലാമിക സംവാദം പൂർണ്ണമായൊരു താല്പര്യത്തിൽ ചെയ്ത ആളുമല്ല. ആയിരക്കണക്കിനായ ഇസ്ലാമിക സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവർക്കത് മുറിവേൽക്കുമെന്നുള്ള ഒരു ബോധവും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തരം ചർച്ചകളിൽ നിന്ന് പരിപൂർണമായി വിട്ടു നിൽക്കവേ മുഹമ്മദ് ഈസയെപ്പോലെ, മുജാഹിദ് ബാലുശ്ശേരിയെപ്പോലെ, അക്ബർ സാഹിബിനെ പോലുള്ള ആളുകൾ വിശുദ്ധ ബൈബിളിനെയും ക്രിസ്തുവിനെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഖുറാനും ഹദീസുകൾക്കും വിപരീതമായി പ്രചരിപ്പിക്കുന്ന ഒരു രീതി കണ്ടപ്പോൾ, നിങ്ങൾ പറയുന്ന ആശയങ്ങൾ ഹദീസിലില്ല, ഖുറാനിലില്ല, അത് അനിസ്ലാമികമാണെന്ന് കൂടി ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഡിബേറ്റുകളിൽ വന്നത്. ഇന്നിപ്പോൾ ഇസ്ലാമിക ദാവാ ലോകം ഡിബേറ്റുകൾ ഉപേക്ഷിച്ച മട്ടാണെന്നല്ല, ഇനി ഒരിക്കലും അവർക്ക് ഒരു ഔദ്യോഗിക ഡിബേറ്റ് ഞങ്ങളെ ആരെയെങ്കിലും വിളിച്ച് നടത്താൻ ധൈര്യമുണ്ടാകും എന്നും കരുതുന്നില്ല. മറ്റൊരു ഗുണം എന്ന് പറയുന്നത്, സാധാരണ ജനങ്ങളിലേക്ക്, ഏത് സാധാരണ മനുഷ്യനിലേക്കും എന്താണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ചിന്തകളെന്നും അതിൻ്റെ സ്വാഭാവിക ഉള്ളടക്കമെന്തെന്നും അനായാസന എത്തിക്കുന്നതിൽ ഞങ്ങൾ ഒരു നിമിത്തമായി അതിന് ഈ അക്ബർ സാഹിബും അതുപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരി സാഹിബും പ്രിയ മുഹമ്മദ് ഈസയും ഒക്കെ നൽകിത്തന്ന അവസരങ്ങൾക്ക് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഇങ്ങനെയൊക്കെ ഏതാണ്ട് ഞങ്ങളാലാവുന്ന വിധത്തിൽ ഇവരുടെ ചോദ്യങ്ങളെ വളരെ വ്യക്തമായി വിശകലനം ചെയ്യുകയും ഇനി ഒരിക്കലും അവർ സംവാദ ലോകത്തിലേക്ക് വരില്ല എന്ന ആ ഉറപ്പിന്മേൽ ഞങ്ങൾ ഏകദേശം ഇത്തരം ചർച്ചകൾ നിർത്തിയതാണ്. ഈ ഘട്ടത്തിൽ അത്രയൊന്നും ശ്രദ്ധേയനല്ലാത്ത മറ്റൊരു ഉസ്താദ് രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. അദ്ദേഹം പ്രസിദ്ധനല്ലെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, എനിക്കറിയില്ല എന്നേ അർത്ഥമുള്ളൂ. അദ്ദേഹം തീർച്ചയായും ഈ രംഗത്ത് വളരെ കഴിവുള്ളയാളോ പ്രസക്തനോ ഒക്കെ തന്നെയാണ്. എന്നാൽ ഞാൻ ആദ്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണുന്നത്. അതൊരാൾ എനിക്ക് അയച്ചു തന്നത്. അത്യാവശ്യം പ്രതികരിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് എൻ്റെ ശേഷം മുസ്ലിം സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ഉസ്താദുമാരാണ് ഞങ്ങളെ വീണ്ടും ഈ രംഗത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരുന്നത്. അവർ ചോദിക്കുന്നു, ഞങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ തരമില്ല. അതുകൊണ്ട് മറുപടി പറയേണ്ടി വരുന്ന ഈ ദുര്യോഗത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സമൂഹത്തോടും ലോകത്തോടും ഒരുപോലെ ക്ഷമായാചന കൂടി നടത്തുകയാണ്. കാരണം നിങ്ങൾക്ക് എന്തോ ശ്രേഷ്ഠമെന്ന് തോന്നിയ ഒരാശയത്തെ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ആരുടെ ഔദാര്യമല്ല. അത് മറ്റുള്ളവരെ വിമർശിച്ചോ ഇകഴ്ത്തിയോ കൊണ്ടാകുമ്പോൾ സ്വാഭാവികമായി മറുപടി അവിടെ വരും. അതുകൊണ്ട് ഏതൊരു ഖുറാൻ പഠിതാക്കളും ഈ ഖുറാനിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു സമൂഹം ചെയ്തു വരുന്ന പോലെ ഖുറാൻ്റെ ഉള്ളിൽ നിന്ന് അവരുടെ ശരികളെ കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത്. അന്യമത വിമർശനത്തിലേക്ക് കടക്കുക വഴി തീർച്ചയായും മറുപടി നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകും. അങ്ങനെ മറുപടി വന്നാൽ തിരികെ പ്രതിരോധിക്കാനുള്ള ആശയപരമായ ത്രാണിയൊന്നും ഞങ്ങൾ ഇടപെട്ട ഒരു ഉസ്താദിനും ഒരു മൗലവിക്കും കണ്ടിട്ടില്ല, ഒരു ദാവാ പണ്ഡിതനും കണ്ടിട്ടില്ല. ഇനി ഞങ്ങൾ കണ്ടിട്ടില്ലെന്നേ പറഞ്ഞുള്ളൂ. നിങ്ങളേതെങ്കിലും ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്നാൽ ഞങ്ങൾ വീണ്ടും ചർച്ചയ്ക്ക് റെഡിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ പുതിയ ഉസ്താദ് പുതിയതാണെന്ന അർത്ഥത്തിലല്ല, അദ്ദേഹം വളരെ പണ്ഡിതനോ ആധികാരികതയുള്ള ആളുമാകാം. എനിക്ക് അടുത്ത കാലത്താണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ കിട്ടിയത്, അത്രേ അർത്ഥമാക്കുന്നുള്ളൂ. അതിലേക്ക് നമുക്കൊന്ന് പോകാം. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് സലീം സുല്ലമി എന്നാണ്. ഏതായാലും എന്താണ് സാഹിബേ അങ്ങേക്ക് പറയാനുള്ളത്? ക്രിസ്തുവിനെക്കുറിച്ചോ ബൈബിളിനെക്കുറിച്ചോ അങ്ങ് എന്തോ പറയുന്നു. പറയൂ. ക്രൈസ്തവരെ സംബന്ധിച്ച് മഹാനായ യേശു ക്രിസ്തു അവരുടെ പുണ്യപുരുഷനാണ്. അവർ അദ്ദേഹത്തെയാണ് വണങ്ങുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഇവിടെയുള്ള ക്രൈസ്തവ സഭകളൊന്നും തന്നെ, ഒരു സഭയും നിങ്ങളെല്ലാവരും ക്രിസ്തുമതം സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ മാതൃകയാക്കണമെന്ന് ഈ ലോകത്തോട് പറയുന്നില്ല. സുല്ലമി സാഹിബ് പറയുന്നത്, ക്രൈസ്തവരാരും
യേശുവിനെ മാതൃകയാക്കണം എന്ന് പറയുന്നില്ല. അദ്ദേഹത്തിന് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചൊന്നും അറിയില്ല. പൗലോസ്ലീഹ പഠിപ്പിച്ചു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എന്നെ അനുകരിക്കണം. എങ്ങനെയാണ് ഞാൻ യേശുവിനെ അനുധാവനം ചെയ്യുന്നത്, ഇതേ രൂപത്തിൽ നിങ്ങൾ എന്നെ അനുധാവനം ചെയ്യണം. കർത്താവായ യേശു പഠിപ്പിച്ചു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായിട്ടുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞങ്ങൾ ജീവിതം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കാഴ്ചപ്പാട് കൊണ്ട്, ദർശനം കൊണ്ട് യേശുവിനെപ്പോലെ ആകാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം തന്നെ. ഒരു പാട്ട് തന്നെ ആ രൂപത്തിലുണ്ട്, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. അപ്പോൾ ഏതൊരു ക്രിസ്ത്യാനിയുടെയും ജീവിത ലക്ഷ്യം യേശുവിനെ അനുധാവനം ചെയ്യലാണ്. കാരണം യേശുവിനെ അനുധാവനം ചെയ്യുവാൻ കഴിയത്തക്ക വിധം ലോകത്തിലെവിടെയും യേശുവിൻ്റെ അധ്യയനങ്ങൾ സ്വീകാര്യതയുള്ളതാണ്. അത് കാലഹരണപ്പെടാത്തതാണ്. ഒറ്റ വസ്തുത പറയാം, യേശു ജീവിച്ചതുപോലെ ഈ ഉസ്താദ് ജീവിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ലോകത്തെവിടെയും ജീവിക്കാം, ഏത് മതസ്ഥരുടെ ഇടയിലും ജീവിക്കാം, ഏത് രാഷ്ട്രീയക്കാർക്കിടയിലും ജീവിക്കാം. കാരണം യേശു പഠിപ്പിച്ച മാതൃക അങ്ങനെയാണ്. എന്തൊക്കെയാണത്? പ്രാർത്ഥനാ ജീവിതം അത് പരസ്യമാകരുത്, നന്മ ചെയ്യുന്നത് പരസ്യമായിട്ടാകരുത്, നിങ്ങളുടെ ആത്മീക ജീവിതം സ്വകാര്യതയിലുള്ളതും, നിങ്ങളുടെ പൊതുജീവിതം സഹോദരനെ സ്നേഹിക്കുന്നതും, വഴിയിൽ അടിയറ്റവനെ താങ്ങുന്നതും, ഇനി ദുഷ്ടനും തെറ്റായി പ്രവർത്തിക്കുന്നവന് പോലും സംരക്ഷണം നൽകുന്ന വിധത്തിലും ഉള്ളതായിരിക്കണം. ഒരു ചെകിടത്തടിച്ചാൽ അടുത്ത കവിൾ കാട്ടിക്കൊടുക്കണം. ആർദ്രതയുടെ, സ്നേഹത്തിൻ്റെ, ദയാവായ്പിൻ്റെ തീഷ്ണമായ രൂപമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവിനെ പോലെ ആകാൻ കഴിയാത്തതാണ് ക്രൈസ്തവ ലോകത്തിൻ്റെ പരാജയം. ആ കുറ്റം നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കുന്നു, അത് വിനയാന്വിതനായി ഞാൻ ഏറ്റെടുക്കുന്നു. ആ ബാധ്യതയും കുറവും ഉള്ള ഒരു സമൂഹത്തിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എന്നാൽ മറുവശത്ത് യേശുവിനെപ്പോലെ ആകാനുള്ള ആ ഉദ്യമത്തിലാണ് മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആൾരൂപങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. സ്നേഹം, കാരുണ്യം, സത്യം, സമാധാനം, അങ്ങനെ സമസ്ത ഗുണങ്ങളുടെയും ഉള്ളടക്കമാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പം അത് ഏതൊരാളും പ്രായോഗികമാക്കണം എന്നുള്ള ആഹ്വാനം തന്നെയാണ് ഈ ഗോസ്പൽ പ്രൊക്ലമേഷൻ്റെ, സുവിശേഷത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ആ ഉള്ളടക്കം തന്നെ അതാണ്. എനിക്ക് തോന്നുന്നു ആരോ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ഇനി രണ്ടാമതായിട്ട് ഇദ്ദേഹം പറയുന്ന വലിയൊരു തെറ്റുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. ഒരു ക്രൈസ്തവരും ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ്, കുറേ ശരിയുമുണ്ട്, കുറേ തെറ്റും, അങ്ങനെ പറയാം. സാഹിബ് ശരിയും തെറ്റും ഇടകലർത്തി പറയുന്ന ആ രംഗം നമുക്കൊന്ന് കേൾക്കാം. സുല്ലമി, അങ്ങ് പറയൂ, രണ്ടാമതെന്താണ് അങ്ങ് പറയുന്നത്? കോമഡി ആണെങ്കിലും കേൾക്കാം. അവരാരും അങ്ങനെ ഒരു പ്രബോധനം നടത്തുന്നേയില്ല. അവരൊക്കെ നമ്മോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ മുഹമ്മദിനെ ഒഴിവാക്കി, കൃഷ്ണനെ ഒഴിവാക്കി, മറ്റു പലരെയും ഒഴിവാക്കി ദൈവത്തിൻ്റെ മൂന്നിലൊരംശമായ ശ്രീ യേശുവിനെ പ്രാർത്ഥിക്കണം, വണങ്ങണമെന്നാണ്. അദ്ദേഹത്തെ മാതൃകയാക്കണമെന്ന് അവർക്ക് പറയാനില്ല എന്നല്ല. അങ്ങനെ പറഞ്ഞാൽ മാതൃകയാക്കാൻ പറ്റാവുന്നൊരു ജീവിതചര്യ ശ്രീ യേശുവിൻ്റെതായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ അവർക്ക് സമർപ്പിക്കാനില്ല. അദ്ദേഹത്തെ വണങ്ങണം, പ്രാർത്ഥിക്കണം എന്നാണ് അവർക്ക് പറയാനുള്ളത്. ഈ രണ്ടാം ഘട്ടം ഇദ്ദേഹം പറയുന്നത്, ക്രൈസ്തവർ ആരും യേശുവിനെ മാതൃകയാക്കണമെന്ന് പറയാറില്ലെന്നാണ്. എല്ലാ പ്രസംഗത്തിൻ്റെയും ലക്ഷ്യവും തന്നെയാണ്. ഞങ്ങളുടെ വിശ്വാസധാരയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യത്തെയാണ് താങ്കൾ അറിവുകേട് കൊണ്ട് കണ്ണിച്ചത്. അടുത്ത് പറയുന്നത്, ക്രൈസ്തവർ പറയുന്നത്, നിങ്ങൾ മുഹമ്മദിനെപ്പോലാകരുത്, കൃഷ്ണനെപ്പോലാകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചിട്ട് ഈ ദൈവത്തിൻ്റെ മൂന്നിലൊരംശമായ ക്രിസ്തുവിനെ സ്വീകരിക്കണമെന്നാണ്. ഇതൊന്നും ഞങ്ങളാരും ചെയ്യാറില്ല. ഒന്നാമത് ഞങ്ങൾ അടുത്ത കാലത്തൊക്കെ തന്നെ പറയാറുണ്ട്, മുഹമ്മദിനെ പോലെ ആകരുതെന്ന് പറയാറുണ്ട്. കാരണം ഞങ്ങൾക്ക് ഈ മുഹമ്മദിനെ അറിയില്ലായിരുന്നു. നിങ്ങളൊക്കെ പറഞ്ഞു കേട്ട അറിവുണ്ടായിരുന്നുള്ളൂ. അധികം ശ്രേഷ്ഠനോ മാന്യനോ മഹാനോ എന്നൊക്കെ നിങ്ങളും ചില മഹാരഥന്മാരും പറഞ്ഞു കേട്ടു. മൈക്കിൾ അച്ചുകാർട്ടും ഒക്കെ പറഞ്ഞത് നിങ്ങൾ തന്നെ പറഞ്ഞു കേട്ടു. ഞങ്ങളോർത്തത് നേരാണ്. ഞാനങ്ങനെ അടുത്ത കാലം വരെ ധരിച്ചിരുന്നത്. മുഹമ്മദ് നിങ്ങളുടെ തന്നെ പോസ്റ്ററുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ട ആ ടൈറ്റിൽ വെച്ച് നോക്കിയാൽ മാനവരിൽ മഹോന്നതൻ. അപ്പോൾ ശരി, അങ്ങനെയെങ്കിൽ അതൊന്ന് ആരായാൻ ശ്രമിച്ചിട്ട് ഇന്ന് വരെ മറുപടി വന്നിട്ടില്ല. ബഹുമാനനായ മുഹമ്മദ് സലീം സുലമിക്കെങ്കിലും പറയാൻ സാധിക്കണം, എന്താണ് മുഹമ്മദിൻ്റെ 10 ജീവിത മാതൃകകൾ. അങ്ങിത് പറയുക വഴി
ഓരോ മാതൃകയ്ക്കും അമേരിക്കയിലുള്ള ഒരു ബ്രദർ 1,00,000 രൂപ വെച്ചാണ് അതിന് പ്രതിഫലമായി തരാമെന്ന് പറഞ്ഞത്. ഓരോ മാതൃകയ്ക്കും ആ ജീവിത മാതൃകകൾ ഓരോന്നായി പറയാൻ പറഞ്ഞു. ധാർമ്മിക ഗുണങ്ങളായിരിക്കണം. അത് മുഹമ്മദ് പഠിപ്പിച്ച കാര്യമായിരിക്കരുത്, മുഹമ്മദ് ജീവിതത്തിൽ കാട്ടിയ മാതൃക. അതാണല്ലോ കാര്യം. ഈ ക്ലാസ് എടുക്കാൻ ആർക്കാണ് പാട്? ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? മുഹമ്മദ് എന്ന മനുഷ്യൻ അങ്ങ് പറയുന്ന പോലെ മാതൃകായോഗ്യനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 10 മോറൽ ക്വാളിറ്റീസ്, അതാണ് അങ്ങ് ചർച്ചയ്ക്ക് വരേണ്ടത്. അങ്ങ് ചർച്ചയ്ക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. ഇനി ചർച്ചയ്ക്ക് വന്നവരുടെ അവസ്ഥ അങ്ങ് ഡിബേറ്റുകളിലൊന്ന് കണ്ട് മനസ്സിലാക്കിയാൽ മതിയാവും. ഏറ്റവും ഒടുവിൽ വന്ന നൗഷാദ് ഉസ്താദ് അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തതെന്ന് അങ്ങ് കണ്ടാൽ മതി. ഇനി പോട്ടെ, ഇദ്ദേഹം ഇവിടെ പറയുന്നത്, ഞങ്ങൾ പറയാറുണ്ട് മുഹമ്മദിനെ പോലെ അതുപോലെ ശ്രീകൃഷ്ണനെ പോലെ ആകരുത്. ഞാൻ തൽക്കാലം ശ്രീകൃഷ്ണനെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നില്ല. കാരണം നാം തമ്മിലുള്ള ഇത്തരമൊരു ചർച്ചയിൽ വെറുതെ ഒരു അന്യമതസ്ഥനെ കൂടി വലിച്ചിഴക്കേണ്ട എന്നോർത്താണ്. അപ്പോൾ തന്നെ അതിനൊരു ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ സംഘപരിവാറിനെ ഭയപ്പെട്ടോ അതല്ലെങ്കിൽ അതിൽ നിലപാടില്ലെന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി പറയാം. കൃഷ്ണൻ ഞങ്ങൾക്ക് മാതൃകയല്ല, ഒരിക്കലുമല്ല. കൃഷ്ണനോ രാമനോ ഞങ്ങൾക്ക് മാതൃകയല്ല. അത് മാതൃകയാക്കരുത് എന്നും ഞങ്ങൾ പറയാറുണ്ട്. അതെന്താണ് കാരണമെന്ന് കൃഷ്ണൻ്റെയും രാമൻ്റെയും ജീവിതചര്യകൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇതുപോലെ മുഹമ്മദും ഞങ്ങൾക്ക് മാതൃകയല്ല, മുഹമ്മദ് ആർക്കും മാതൃകയാകരുതേ എന്ന് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങേക്ക് പോലും മുഹമ്മദ് മാതൃകയാകരുതേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അങ്ങേക്ക് തോന്നും. അങ്ങ് പ്രകോപിതനാവരുത്. ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് സാഹിബേ മുഹമ്മദിനെ ഒരു കാലഘട്ടത്തിലുമുള്ള മനുഷ്യൻ മാതൃകയാക്കരുത് എന്ന് പറയാൻ. ഞാൻ ഒരു സാമ്പിൾ വെടിക്കെട്ടിൻ്റെ ഒരു സാമ്പിൾ, എത്രയോ കാര്യങ്ങൾ ഞങ്ങളുടെ വീടിൽ കിടപ്പുണ്ട്, അങ്ങേക്ക് തരാം. അത് എൻ്റെ സ്വന്തമല്ല. എൻ്റെ സ്വന്തമാകുമ്പോൾ ഞങ്ങൾ മുഹമ്മദിനെ അതിൽ നിന്നൊക്കെ പറഞ്ഞു എന്നാകും. എനിക്കതിൽ താല്പര്യമില്ല തൽക്കാലം. കാരണം ആവശ്യത്തിന് ഞങ്ങൾ മുഹമ്മദിനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. മുഹമ്മദിൻ്റെ ഉള്ളടക്കരാഹിത്യങ്ങളെ, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളെ, താല്പര്യങ്ങളെ, നിഗൂഢമായി ഒളിപ്പിച്ചു വെച്ച ജഡീകമായ ഉന്മാദങ്ങളെ, താല്പര്യങ്ങളെ ഞങ്ങൾ സമൂഹത്തിൽ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ അതിന് ഒരതിരിവിട്ട ആവശ്യകതയൊന്നുമില്ല. ഒരു ഏകദേശ കാര്യങ്ങൾ അങ്ങേക്കറിയില്ല എങ്കിൽ അതിനു വേണ്ടി ഞാൻ ബോധ്യപ്പെടുത്തി തരാം. ഇതിന് ഞാൻ അക്സനി എന്നു പേരായ അക്സാനിയോ, അദ്ദേഹത്തിൻ്റെ പ്രൊണൗൺസിയേഷൻ തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം, പേരാകുമ്പോൾ പ്രധാനമാകും. അപ്പോൾ അക്സാനി ഉസ്താദ് പറയുന്ന ഒരു വളരെ മനോഹരമായ പ്രതികരണം അങ്ങ് കാണും. അങ്ങേക്ക് ഇത് തള്ളിക്കളയാൻ പറ്റിയ കാര്യമൊന്നും അല്ലെന്നറിയാം. ശരി, ഞാൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് സലീം സുല്ലമിക്ക് അക്സാനി ഉസ്താദ് എന്നു പേരായ ഒരു സുന്നി പണ്ഡിതൻ്റെ വളരെ മനോഹരമായ ഒരു പ്രസംഗം, അതിൻ്റെ ഒരു ഭാഗം ഒന്ന് കേൾപ്പിച്ചു തരാം. അപ്പൊ ഒരു പെണ്ണിനെ ഹബീബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നുകൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം. വയഹ്റുമു അലാ ഗൈരിഹി ഖുതുബതുഹാ, ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ്. പറ്റൂല. നമ്മൾ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ച് വേറെ ആള് വന്ന് ആ പെണ്ണിന് ഓനസ്റ്റായ പെണ്ണങ്ങ് പോയി പോവും. എന്നാൽ ഹബീബായ തങ്ങള് ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കിൽ അത്രയും നിർബന്ധമാണ്. വേറൊരാൾക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല. കെട്ടല് പിന്നല്ലേ. ഇവിടെ എന്താ പറയുന്നത്? മുഹമ്മദിനെ പറ്റി ഉള്ള അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതത്തെ പറ്റിയുള്ള ഒരു കാര്യം ഉസ്താദ് പറയുകയാണ്. ബാക്കി ഇത് വീഡിയോ കാണുന്ന സഹോദരങ്ങളും ശ്രദ്ധിക്കണം. മുഹമ്മദ് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ ആ പെൺകുട്ടി ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിക്കൊള്ളണം. അത് മുഹമ്മദ് പോയി കണ്ട പെൺകുട്ടിയെ മറ്റൊരാളും വിവാഹം ആലോചിക്കാൻ കൂടി പാടില്ല. എന്താ കാര്യം? കുഴപ്പമെന്താ? ആ പെണ്ണിൻ്റെ താല്പര്യമില്ല, അദ്ദേഹത്തെ വേറൊരാൾ വിവാഹം കഴിക്കുന്ന കാര്യം? മുഹമ്മദിന് തന്നെ താല്പര്യം തോന്നിയാൽ പോരല്ലോ. മ്യൂച്വലായൊരു അണ്ടർസ്റ്റാൻഡിങ് അല്ലേ വിവാഹം? അങ്ങനെയല്ലേ? രണ്ടുപേർക്കും താല്പര്യം ഉണ്ടാകണ്ടേ? എന്താണ് മുഹമ്മദിന് താല്പര്യം ഉണ്ടായാലുടൻ ആ പെൺകുട്ടി അദ്ദേഹത്തിന് ഭാര്യയാകണം എന്നുള്ള ഷാഢ്യമെന്ത്? ഇത് മാതൃകയാക്കാൻ പറ്റുമോ? അതോ മുഹമ്മദിന് മാത്രമേ പറ്റൂ എന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഖുറാനിലെ ഏത് വചനമാണ് ഈ ശൈലി മുഹമ്മദിനെ പറ്റൂ എന്ന്? ഖുറാനിലെ ഏത് വചനമാണ്? മാത്രമല്ല, അങ്ങനെ പറയുന്നതിലുള്ള അള്ളാഹ്ക്കുള്ള ഇൻട്രസ്റ്റ് എന്താണ് അതുകൊണ്ട്? ഇത് ധാർമ്മികമായി ഒരു ലോകഗുരു എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരാൾക്ക് ചേർന്ന കാര്യമാണോ? അത് തത്തുല്യമായ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. സൗത്ത് എന്ന തോട്ടത്തിൽ ജെയിനിൻ്റെ പുത്രിയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് നീ നിൻ്റെ ശരീരം എനിക്ക് സമർപ്പിക്കുക എന്ന് പറയുന്നൊരു രംഗമുണ്ട്. ആ സന്ദർഭത്തിൽ ആ പെൺകുട്ടി പറയുന്നത്, ഒരു രാജകുമാരി അവളുടെ ശരീരം ഒരു അങ്ങാടിപ്പയ്യന് സമർപ്പിക്കുകയോ? ലോകത്ത്
ഇത്രയും അവഹേളിക്കപ്പെട്ട ഒരു മനുഷ്യൻ കാണില്ല ഒരു പെൺകുട്ടിയുടെ നാവിൽ നിന്ന്. അങ്ങാടിപ്പയ്യൻ, നിങ്ങൾ മാനവരിൽ മഹോന്നതനെന്ന് കാണുന്ന അങ്ങ് മാത്രമല്ല കുറേ അമുസ്ലിങ്ങൾ പോലും അങ്ങനെ കാണുന്നുണ്ട്. അറിയാതായിരിക്കണം, അവരത് പഠിച്ചിട്ടുണ്ടാവില്ല, അവർ കേട്ടറിവായിരിക്കണം. അങ്ങനെയുള്ളൊരു സമൂഹം കൂടി ബഹുമാനിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരാദരിക്കുന്ന ഒരു മനുഷ്യനെ അങ്ങാടിപ്പയ്യനെന്ന് ഒരു പെൺകുട്ടി ആക്ഷേപിച്ചു വിട്ടത് എന്താ കാര്യം? അപ്പോൾ ആ പെൺകുട്ടിയുടെ കൂടി അറിവോടെ ഉള്ളതാകണം വിവാഹം. മ്യൂച്വലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു പരസ്പരം ഉള്ള സ്വീകാര്യതയാണ് വിവാഹത്തിൻ്റെ മാനദണ്ഡം. അവിടെ മുഹമ്മദ് മാതൃകയല്ല. അപ്പോൾ ഇതാണ് ഞാൻ അങ്ങേക്ക് മുമ്പിൽ തരുന്ന മുഹമ്മദിനെ കുറിച്ചുള്ള ഒരു കേസ് ഷീറ്റ്. താങ്കൾ പരിശോധിക്കൂ. ആധുനികമായ ഏത് ജീവിത സങ്കല്പത്തിലാണ്, ഏത് കാഴ്ചപ്പാടിലാണ് ഒരു പുരുഷന് താല്പര്യം തോന്നുന്ന ഒരു സ്ത്രീയെ അയാളുടെ ആ പെണ്ണിൻ്റെ അനുമതി ഇല്ലാതെ കെട്ടാം എന്നുള്ള, വിവാഹിതയാക്കാം അല്ലെങ്കിൽ ഭാര്യയാക്കാം എന്നുള്ള ആ മാതൃക എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുന്നത്? ഇനി അത് മുഹമ്മദിന് മാത്രമാണ് എന്ന് നിങ്ങൾ ചുരുക്കി പറയുന്നെങ്കിൽ അതെന്താണ് അള്ളാഹു അങ്ങനെ ചെയ്യാനുള്ള കാരണം? അതുകൊണ്ട് ലോകത്തിന് കിട്ടുന്ന ഗുണമെന്ത്? മാത്രമല്ല, നമ്മളെല്ലാം മുഹമ്മദിനെ മാതൃകയാക്കണമല്ലോ, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ മാതൃകയാക്കേണ്ട എന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഇത് അപകടകരമായൊരു കാര്യമായതുകൊണ്ടാണല്ലോ മറ്റുള്ളവർ അനുകരിക്കരുതെന്ന് പറയുന്നത്. സാഹസികമായ ചില ഏർപ്പാടുകൾ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ട് പറയാറുണ്ട്, എഴുതി കാണിക്കാറുണ്ട്. കൊച്ചുകുട്ടികൾ ഇത് അനുകരിക്കരുത്, ഇത് വളരെ അപകടം നിറഞ്ഞ ഒന്നാണ്. അപ്പോൾ യേശുവിൽ അങ്ങനെ ഒരു കാര്യവും കാണാൻ പറ്റില്ല. എന്ത് കാര്യമുള്ള ബുദ്ധനിലുണ്ടോ അനുകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ക്വാളിറ്റി? എല്ലാം അനുകരിക്കാവുന്നതാണ്. ബുദ്ധൻ നല്ലൊരു ലോകഗുരുവായിരുന്നു, അദ്ദേഹത്തിലുണ്ട് ആദരണീയമായ കാര്യങ്ങൾ. ഞാൻ പറയാറുണ്ട്, ശ്രീനാരായണ ഗുരുവിലുണ്ട് അനുകരണീയമായ 100 കാര്യങ്ങൾ. ചിലത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ മുഹമ്മദിൽ എന്താണ് അനുകരണീയ മാതൃക? അങ്ങ് പറയൂ. ഇത് നല്ലൊരു കാഴ്ചപ്പാടാണോ? ഇത് ദൈവം കൊടുത്തു എന്ന് പറയുന്ന ഒരു അരുളപ്പാടിൻ്റെ ഉടമയ്ക്ക് ചേർന്നതാണോ? ഇനി ഇതിലും അപകടം പിടിച്ചത് അങ്ങനെ സമ്മതിക്കും തോന്നില്ല. ഇസ്ലാമിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം, അവരെത്ര കണ്ട് ഇത്രയും നികൃഷ്ടമായൊരു കാര്യത്തെ ഓർമ്മപ്പെടുത്തിയാലും ന്യായീകരിക്കാൻ പുത്തൻ വഴികൾ തേടിക്കൊണ്ടിരിക്കും. തെളിവുകളുണ്ടാവില്ല. നമുക്ക് അൽ-അഹ്സാബിൽ പറയുന്ന ഒരു വചനമുണ്ട്. ഇങ്ങനെ ധാരാളം സ്ത്രീകളെ അള്ളാഹ് മുഹമ്മദിന് കൊടുത്തിട്ട് പറയാണ്, നിനക്കൊരു വിഷമവും തോന്നാതിരിക്കാനാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ എന്ത് വിഷമമാണ് മുഹമ്മദിന് തോന്നുക? സ്വാഭാവികമായിട്ട് ഈ നബുവത്ത് കിട്ടുമ്പോൾ പ്രായം 40-43 വയസ്സുണ്ട്. ആ പ്രായം മുതലുള്ളൊരു മനുഷ്യന്, ഏതാണ്ട് 63 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് ഒരു വിഷമവും വരാതിരിക്കാൻ ഞാനിങ്ങനെ നിനക്ക് ധാരാളമായി ആഗ്രഹിക്കുന്ന തരത്തിൽ വലങ്കൈ ഇണപ്പെടുത്തിയ സ്ത്രീകളെ, ശരീരം പങ്കിടാൻ താല്പര്യപ്പെടുന്നവരെ ഒക്കെ ഇങ്ങനെ തരികയാണ്. എന്ത് വിഷമം? ആ വിഷമം എന്താണ്? അങ്ങനെ ഒരു വിഷമം വരിക എന്നതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ ഇത് മാതൃകാപരമാണോ? സ്വീകരിക്കാൻ പറ്റിയ ഒന്നാണോ? മുഹമ്മദിൻ്റെ ജീവിതത്തേറെ വിമർശിച്ച മറ്റ് വിമർശകർ ഇന്നും വിമർശനം തുടരുന്ന, നിങ്ങളൊക്കെ പറയാൻ ബുദ്ധിമുട്ടുന്ന, ഒടുക്ക ഉത്തരവില്ലാതെ വരുമ്പോൾ ഞങ്ങൾ നബിയെ തെറി വിളിച്ചു എന്ന നിലയിലേക്ക് വ്യാഖ്യാനം നടത്തി മടങ്ങിപ്പോകുന്ന തരത്തിലെ ഒരു ജീവിതചര്യയല്ലേ ഇത്? ഞാൻ തെളിവില്ലാതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ തന്നത് എൻ്റെതായ നിലയിലെ ഒരു ഉത്തരമല്ല, മറിച്ച് ഇവിടെ തന്നിരിക്കുന്നു. താങ്കളെപ്പോലെ തന്നെ ഒരു മതപണ്ഡിതൻ, സുന്നി വിഭാഗത്തിൽപ്പെട്ട ഒരു മതപണ്ഡിതൻ, അഖ്സാനി ഉസ്താദ് എന്നറിയപ്പെടുന്ന ഒരു മത അധ്യാപകൻ, അദ്ദേഹം പ്രസംഗിക്കുന്ന വാക്കുകളാണ് കേട്ടത്. അതേ ഉസ്താദിൻ്റെ ഇതേ വീഡിയോയിലെ അടുത്തൊരു ക്ലിപ്പിലേക്ക് കൂടി നമുക്ക് പോകാം. ഇതൊരല്പം കോമഡിയാണ്, ശ്രദ്ധിക്കണം. മാത്രല്ല കേട്ടോ, യജിബു അലാ സൗജിഹാ ത്വലാഖുഹാ. ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവുക. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓളാടന്നോട്ടെ. ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് ത്വലാഖ് ചൊല്ലൽ നിർബന്ധമാണ്. ത്വലാഖ് അപ്പ ചൊല്ലിക്കൊള്ളും. നല്ല ഒന്നാവല ശരീഅത്ത്. ഒരു നിക്കാഹിന്റെ വിഷയെടുത്താൽ തന്നെ എത്ര പറയാണ്ട്. അസ്ലുൽ മത്താലിബ് കയ്യിലില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാ, ഞങ്ങൾ കാണിച്ചു തരാ. ശൈഖ് സക്കരിയ അൽ അൻസാരി തങ്ങൾ പറയാം. ഈ അഖ്സാനി ഉസ്താദ് പറയുന്നത് ഇതല്പം കട്ടിയായിപ്പോയി. ഇത് കട്ടിയെന്നല്ല, ഇതൊരു മ്ലേച്ഛമായി പോയ ഒരു ഏർപ്പാടായി. കാരണം ഒരുവൻ്റെ ഭാര്യ, ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറയാം. ഈ ഉസ്താദും വൈഫൂടെ പോവാണ്. എനിക്ക് ആ മാന്യ വനിതയെ ഇവിടെ പരാമർശിക്കേണ്ടി വരുന്നതിലുള്ള ദുഃഖം അറിയിക്കട്ടെ. വേറെ ഉദാഹരണം എൻ്റെ മുമ്പിലില്ല. ഇതാണ്ട് ഇവർ രണ്ടുകൂടെ പോകുമ്പോൾ മുഹമ്മദ് ഓപ്പോസിറ്റായിട്ട് വരുന്നു. അപ്പോൾ മുഹമ്മദിന് തോന്നുന്നു ആ മാന്യ വനിതാരത്നത്തെ തൻ്റെ പത്നിയാക്കണം. ഈ ഉസ്താദ് എന്ത് ചെയ്യണം? ക്ഷണത്തിൽ ത്വലാക്ക് ചെല്ലണം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചവളെ മുഹമ്മദിന് കൊടുക്കണം.
ഞാനിത് ബഹുമാനപ്പെട്ട ഹാരിസ് മദനിയോട് ചോദിച്ചു, നിങ്ങൾ എന്തായിരിക്കും അത്തരം ഒരു സന്ദർഭത്തിൽ ചെല്ലുക? എന്ത് ചെയ്യും? വിവേകമുള്ള, പൗരുഷമുള്ള, ആണത്തമുള്ള ഏതൊരു പുരുഷനും അറിയാം, ഇങ്ങനെയൊന്നും ഒരു സത്യസന്ധനായ ദൈവം അവിടുത്തെ പ്രവാചകന് അരുളപ്പാട് കൊടുക്കത്തില്ല. അങ്ങനെ കൊടുത്താൽ ദൈവത്തിന് എന്ത് നീതി? ഞാനും എൻ്റെ ഭാര്യയും പോകുന്നു. എന്നോടൊപ്പം പോകുന്ന എൻ്റെ ഭാര്യയെ കണ്ടിട്ട് ഈ വരുന്ന ആളിന് അങ്ങനെ കാമം ജ്വലിച്ചാൽ, തെറ്റായ കണ്ണുകളോടെ നോക്കിയാൽ അത് പാപമല്ലേ? അത് തിന്മയല്ലേ? അത് മോശമല്ലേ? ഇതല്ലേ യേശുവിൻ്റെ അധ്യാപനം? ഇതിനെ മാതൃകയാക്കാനാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ അധ്യാപനത്തിൽ ഇവിടെയാണ് മുഹമ്മദ് ഒരിക്കലും ഒരു സേ പരീക്ഷ എഴുതിപ്പോലും പാസ്സാകാത്തൊരു ഇടമാണത്. കാരണം എന്താ? ഇതൊരു പരസ്ത്രീയാണ്, അവൾക്കൊരു ഹസ്ബൻഡ് ഉണ്ട്. അപ്പം മുഹമ്മദിന് താല്പര്യം തോന്നിയാൽ അപ്പോഴേ തൊലാക്ക് ചൊല്ലിക്കൊള്ളണം. ഇത് വേറൊരു കാര്യം കൂടി, മുഹമ്മദിന് ഇത്തരത്തിലുള്ള അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞാരാ? മുഹമ്മദാ. അല്ല, അള്ളാഹു നേരിട്ട് ഒന്നൊന്നും പറഞ്ഞില്ല. ഇവിടെയാണ് മുഹമ്മദിൻ്റെ പ്രവാചകത്വം സംശയിക്കേണ്ടത്. മുഹമ്മദ് ഒരു പ്രവാചകനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ ഉറപ്പ് പറയും. അതിൻ്റെ കാരണം എന്താണെന്നറിയണ്ടേ? ഒരു സത്യസന്ധനായ ദൈവം തൻ്റെ അരുളപ്പാടുകൾ അറിയിക്കാൻ ഇത്തരം ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കില്ല. അവർ ത്യാഗികളാകണം. ഏത് കാര്യത്തിൽ? നേരെ മറിച്ച് ഇത് വേറൊരാൾ പറയുക, മുഹമ്മദിന് വേണ്ടി മറ്റൊരുവൻ പറഞ്ഞു എന്ന് വിചാരിക്കുക, ഇതാ മുഹമ്മദിനെ ദൈവം ശ്രേഷ്ഠനായിട്ട് കണ്ടിരിക്കുന്നു, അദ്ദേഹത്തിനൊരു വിഷമവും വരാതിരിക്കാൻ ഇങ്ങനെ സ്ത്രീകളെ കൊടുക്കാൻ അള്ളാഹു തീരുമാനിച്ചു. അപ്പം നിങ്ങളുടെ ഭാര്യ കൂടി അങ്ങനെ ഭാര്യയെ കൂടി കണ്ട് അദ്ദേഹത്തിന് ഇതിന് താല്പര്യം വന്നാൽ നിങ്ങൾ തലാക്ക് ചൊല്ലണമെന്ന് മൂന്നാമതൊരാളോ ഒരു ദൂതനോ വന്ന് പറയുകയല്ല. സ്വപ്നത്തിൽ പോലും നമുക്കൊരു അരുളപ്പാടോ ആലോചനയോ തരികയല്ല. അള്ളാഹ്ക്ക് ഇതെല്ലാം പറ്റുമല്ലോ. ഇതൊന്നും തരാതെ മുഹമ്മദ് നടത്തുന്ന ക്ലെയിമാണിത്. എനിക്ക് വേണം ഇവളെ എന്നുള്ള ആ താല്പര്യം പൂരിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് സ്വന്തമായി രൂപവൽക്കരിച്ചൊരു മതസംഹിത തന്നെയാണിത്. അല്ല എന്ന് തെളിയിക്കാൻ പ്രിയപ്പെട്ട ഈ മുഹമ്മദ് സലീം ഉസ്താദിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ദാവാക്കാർക്കോ കഴിയുമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി, ഇത് ഞങ്ങളാരും പറയുന്നില്ല. ചിലപ്പോഴൊക്കെ നിങ്ങൾ പ്രകോപിതരാകുന്നത് എപ്പോഴാണ്? ഞങ്ങൾ മുഹമ്മദിനെ മോശമായി പറയുന്നു. മോശമോ ശരിയോ എന്നത് അവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്കത് മോശമായി തോന്നുന്നുണ്ട്, സത്യമാണ്. നിങ്ങളുടെ അന്തരാത്മാവ്, നിങ്ങളുടെ ഉള്ള്, നിങ്ങളുടെ അന്ധക്കരണം പറയുന്നത് മോശമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രവാചകൻ ചെയ്ത ഒരു കാര്യം ഞങ്ങൾ തെളിവോടെടുത്ത് പറയുമ്പോൾ നിങ്ങൾക്കും അത് മോശമായി തോന്നുന്നതിൻ്റെ കാരണം എന്താ? ഈ പ്രവൃത്തി മോശമാണ്, പക്ഷെ പ്രവാചകനായതുകൊണ്ട് നമുക്ക് സഹിക്കാം. പക്ഷെ അത് നിങ്ങൾ മിണ്ടാതിരിക്കുകയും ചെയ്യണം. അഥവാ പറയേണ്ടി വന്നാൽ അതിനെ പുരസ്കരിച്ച് പറയണം, അതിനെ അഭിമാനിച്ച് പ്രകീർത്തിച്ച് പറയണം. ഇവിടെ ഉസ്താദ് പറയുന്നത് ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ മണിക്കൂറിൽ നിന്ന് പറയാനുണ്ടെന്ന്. ഇതൊക്കെയാണോ ഈ സമൂഹത്തെ പഠിപ്പിക്കേണ്ടത്? ഒരുവൻ്റെ ജീവിത സഖി, അവർ രണ്ടാളും സ്വസ്ഥതയോടെ ജീവിതം നയിച്ചു വരവേ അവളെ കണ്ടുപോയ മുഹമ്മദിന് അവളോട് താല്പര്യം ജനിച്ചു കഴിഞ്ഞാൽ തൊലാക്ക് ചൊല്ലണമെന്ന് ബാല്യം മുതലൊരു കുട്ടിയെ പഠിപ്പിക്കുക. എത്ര ഭീകരമാണ്, എത്ര കിരാതമാണിത്. ഇത് വല്ലതും ലോകത്തിന് മാതൃകയാക്കാൻ പറ്റുമോ? എങ്ങനെയാണത് മാതൃകയാവുക? വീണ്ടും പറയട്ടെ, അത് മുഹമ്മദിന് മാത്രം കൊടുത്താണെങ്കിൽ എന്തിന് എന്ന് ചോദിക്കാനുള്ള സാമാന്യ വിവേകമില്ലേ? ആ യുക്തിബോധം നഷ്ടപ്പെടുത്തിയോ എന്താ? ഇതുകൊണ്ട് സമൂഹത്തിന് എന്താണ് നേട്ടം? മുഹമ്മദിന് ഇങ്ങനെ ഒരു ഭാര്യയെ കൂടി കിട്ടിയാൽ സമൂഹത്തിന് എന്താണ് നേട്ടം? ഇസ്ലാമിക ലോകത്തിന് എന്തായാലും നേട്ടം? ദോഷം മാത്രമേ ഉള്ളൂ. എന്ത് ദോഷം? നിങ്ങൾ ഇന്ന് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ വിയർക്കുന്നു, ഉത്തരം പറയാൻ ആവതില്ലാതാകുന്നു. പാപം ചെറുപ്പക്കാരെ പ്രകോപിപ്പിച്ചു വിട്ടിട്ട് തലയെറുക്കാൻ, കൈയെറുക്കാൻ ഒക്കെ ആവശ്യപ്പെടുന്നു. ഫത്വ പുറപ്പെടുവിക്കുന്നു ഇത്തരം ഉന്മൂലനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇതിൻ്റെ വിനാശകരമായ ഒരു പ്രവൃത്തിക്കാണ് മുഹമ്മദ് ഇവിടെ താല്പര്യമെടുക്കുന്നത്. ഇതൊന്നും ദൈവീകമല്ല എന്ന് എൻ്റെ ബഹുമാനപ്പെട്ട മതാചാര്യന്മാർ, സുഹൃത്തുക്കൾ മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം. ഞാനിക്കട്ടത്തിൽ ചീത്ത വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ ഇസ്ലാമിലെ സ്വഹീഹായ ഹദീസിൽ നിന്ന് ഒരു ഭാഗം ഉദ്ധരിക്കാം, ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിക്കാം. സ്വഹീഹ് മുസ്ലിം വോളിയം 2 ഭാഗം 16 ഹദീസ് നമ്പർ 89 ബ്രാക്കറ്റ് 1428. ഈ സംഭവം ഞാൻ പലപ്പോഴും ഓർമ്മപ്പെടുത്തിയത് സ്ഥിരമായി എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മുഷിയാനിടയുണ്ട്. എങ്കിലും ദീർഘനാളത്തെ ഇടവേള ഉള്ളത് കൊണ്ടും ഇവിടെ ഇത് പ്രസക്തമായതുകൊണ്ടും ഞാൻ അതൊന്നുകൂടി ആവർത്തിക്കുന്നു. മുഹമ്മദിൻ്റെ വളർത്തുമകനായിരുന്ന സെയ്ദ്, ആ സെയ്ദിന് വിവാഹം കഴിച്ചു കൊടുത്തത് തൻ്റെ മുറപ്പെണ്ണായ സൈനബിനെ ആയിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സൈനബിൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം മുഹമ്മദ് എത്തുമ്പോൾ സൈനബിൻ്റെ മുറി അവളെ തന്നെ ശിരോവസ്ത്രമെടുത്ത് ഇങ്ങനെ മൂടിയിട്ടിരുന്നു. സൈനബ്
ഈ മുറിക്കുള്ളിൽ കുളി കഴിഞ്ഞ് വന്ന മാത്രയിൽ അംശവസ്ത്രധാരിയായോ അല്ലെങ്കിൽ അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ടോ ഒക്കെ ആയിരുന്നു. ഇത് പറയുന്നത് വിവസ്ത്രയായിരിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ കാറ്റ് കൊണ്ട് ഈ ശിരോവസ്ത്രം ഇട്ടിരുന്ന ഭാഗം അല്ലെങ്കിൽ ഈ കർട്ടൻ മാറിപ്പോകുന്നു. ഇത് കണ്ട് മുഹമ്മദിന് അവളെക്കുറിച്ച് ആഗ്രഹം മനസ്സിൽ കയറി. അതിനുശേഷം അള്ളാഹു സയ്യിദിൻ്റെ മനസ്സിൽ സൈനബിനോടുള്ള താല്പര്യം ഇല്ലാതെയാക്കി. അള്ളാഹുവിൻ്റെ ഓരോ കുതിറത്തുകളെ അപ്പോൾ സയ്യിദിനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുന്നു. കല്യാണം കഴിപ്പിച്ച അനന്തരം സയ്യിദിന് മുഹമ്മദിലൂടെ വരുമ്പോൾ മുഹമ്മദിന് താല്പര്യം ജനിപ്പിക്കുന്നു. ജനിപ്പിച്ച അനന്തരം സയ്യിദിനോട് വെറുപ്പുളവാക്കുന്നു. ഈ പാവം സയ്യിദ് പണ്ടേ പറഞ്ഞാണ് എനിക്ക് ഈ കുട്ടിയെ വേണ്ട, സൈനബിനും താല്പര്യമില്ല. പക്ഷെ അള്ളാഹു പറഞ്ഞു, അള്ളാഹും റസൂലും കൂടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷന് അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ കഴിവുള്ളതല്ല. നിർബന്ധിച്ച് കെട്ടിച്ചാണ്. എന്നിട്ടിതാ ഇപ്പോൾ പറയാണ്, സയ്യിദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞാൽ നാം അവളെ നിനക്ക് തന്നിരിക്കുന്നു. എന്താ അള്ളാഹു ഇങ്ങനെയൊക്കെ? മനുഷ്യരെക്കാൾ അങ്ങ് തരം താഴുകയല്ലേ? അപ്പോൾ ഇവിടെ കേട്ട് ഇത് എഴുതിയിരിക്കുന്നത് തബരി 8:4 ഞാൻ റെഫറൻസ് കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. തബരി ആരാണെന്ന് നിങ്ങൾക്കറിയാം. ഇസ്ലാമിക ചരിത്രത്തിലെ അദ്വിതീയനായ കൃത്യമായി തന്നെ ഇസ്ലാമിക ലോകം ബഹുമാനിക്കുന്ന ഒരു ആദരണീയ പണ്ഡിതനാണ്. അനവധി ഇസ്ലാമിക ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിട്ടുള്ള പ്രമുഖനായ അൽ തബരിയുടെ കൃതിയിൽ 8:4 പറയുന്നതും സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 16 ഹദീസ് നമ്പർ 89 പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഞാൻ ആവർത്തിക്കുന്നു. അനസ് നിവേദനം ശ്രദ്ധിച്ചു വായിക്കണം. സൈനബയുടെ യുദ്ധ കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞു, അവളെ എനിക്ക് വേണ്ടി വിവാഹാലോചന നടത്തുക. അപ്പോൾ യുദ്ധ എന്ന് പറയുന്നത് ഒരു മുസ്ലിം സ്ത്രീ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുകയോ ഭർത്താവ് മരിക്കുകയോ ചെയ്ത ശേഷമുള്ള അടുത്ത ഏകദേശം 4 മാസങ്ങൾ യുദ്ധ. ഈ യുദ്ധ കഴിഞ്ഞപ്പോൾ ഈ സൈനബിനെ മുഹമ്മദ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ വിവാഹ ആലോചനയുമായി പോകുന്ന ആരാന്നറിയണ്ടേ? പഴയ ഭർത്താവ്. അയാളുടെ ഒരു ഗതികേട്. ഈ കുരിശ് ഇയാളെ കൊണ്ട് തന്നെ ചുവപ്പിക്കുന്ന എത്ര വേദനാജനകമായ ഒരു കാര്യം. അള്ളാഹുവിന് കുറേ കൂടെ മാന്യതയാകാമായിരുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഈ മനുഷ്യനെ അതിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു. ഇദ്ദേഹം ഇതൊന്നും ആവശ്യപ്പെട്ടതല്ല. ഇനി അടുത്തത് കേൾക്കുക. അപ്പോൾ സൈനബ് മാവ് പുളിപ്പിക്കുകയായിരുന്നു. സയ്യിദ് അവളുടെ അരികിൽ ചെന്നു. ഞാൻ അവളെ കണ്ടപ്പോൾ വല്ലാത്ത വിഷമമുണ്ടാക്കി. അവളെ നോക്കാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഇതെന്താണ്? മനഃശാസ്ത്രപരമായ ഇതിൽ പ്രശ്നം ഇതിനകത്തുണ്ട്. നോക്കാൻ സാധിച്ചില്ല. റസൂൽ പറഞ്ഞതിനാൽ ചെന്നതാണ്. റസൂൽ പറഞ്ഞ് നിർബന്ധിച്ചു. എന്നിട്ട് എൻ്റെ പുറം ഭാഗം അവളിലേക്ക് തിരിയുന്ന നിലയിൽ ഞാൻ പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, സൈനബേ, റസൂൽ നിൻ്റെ വിവാഹാലോചന നടത്താനാണ് അയച്ചതാണ്. അവർ പറഞ്ഞു. അപ്പോൾ സൈനബ് പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബുമായി കൂടിയാലോചന നടത്താതെ ചെയ്യില്ല. നിസ്കരിക്കാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വന്ന് കൺസെൻറ്റ് കൊടുത്തു. അപ്പോൾ ഇത് അക്കാലഘട്ടത്തിലെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ഉള്ളിലിട്ട ഭക്തിയുടെ ഒരു ബോധം, ആ ഭക്തിക്ക് നിരക്കാത്ത രീതി കണ്ടാൽ ആയുധം പ്രയോഗിക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ നമുക്കറിയാം കവയിത്രിമാരെ പോലും അവരെ തനിക്കെതിരെ പാട്ടുപാടിപ്പോയാൽ അവരെ കൊണ്ട് ആളുകളെ ഇറക്കി വിട്ട് തല കൊയ്യുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ഓരോ തരത്തിലെ ആഗ്രഹങ്ങൾ ഇതൊക്കെ മാതൃകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉസ്താദെ നിങ്ങൾക്കത് പറയാം, വിരോധമില്ല. നിങ്ങളുടെ പ്രീവൈസിലാണല്ലോ നിങ്ങൾ പറഞ്ഞത്, തെറ്റില്ല. എന്നാൽ അതിനുള്ളിലേക്ക് നിങ്ങൾ അന്യവിശ്വാസ ചിന്തകളെ വലിച്ചിഴച്ചിട്ട് അതിനെ ഇകഴ്ത്തിയിട്ട് ഇത് സ്ഥാപിക്കാൻ പോകരുത്. സ്വർണം നല്ലതാണെന്ന് പറയാൻ വെള്ളി മോശമാണെന്ന് പറയേണ്ടിയിരുന്നില്ല. സ്വർണത്തിൻ്റെ മാറ്റിനെപ്പറ്റി പറഞ്ഞാൽ മതിയായിരുന്നു. അതായിരുന്നു നല്ലത്. സ്വർണം നല്ലതാണെങ്കിൽ സ്വർണത്തിനാണ് വില, വെള്ളിക്കല്ല. സ്വർണ്ണമാണോ അതിന് വിലയുണ്ട്. ഇസ്ലാം സ്വർണ്ണമാണെങ്കിൽ ഇസ്ലാമിനെ ആ തരത്തിൽ അവതരിപ്പിക്കുക. നിങ്ങളെന്തിന് ഇവിടേക്ക് ഇതര കാര്യങ്ങൾ വലിച്ചിഴയ്ക്കുന്നു? അപ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു, നിങ്ങളുടേത് സ്വർണവുമല്ല വെള്ളിയുമല്ല, അങ്ങേയറ്റം ക്ലാവ് പിടിക്കുന്നൊരു ചെമ്പ് പോലും ആകാൻ കഴിയാത്ത വിധത്തിലെ ഏറ്റവും ദുർബലമായ ഏതോ ലോകത്തകടിലുണ്ടാക്കിയ വസ്തുക്കളാണ്. വിശേഷിച്ച് ഇതാണ് പ്രവാചകനെങ്കിൽ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയെങ്കിൽ നിങ്ങൾക്കിത് അനുകരിക്കാൻ ധൈര്യമുണ്ടാവില്ല, ഇതിലൊരു മാതൃകയും ഉണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ ഇത്തരം മൗലവിമാരുടെ ഉസ്താദുമാരുടെ വിഷലിപ്ത കാഴ്ചപ്പാടുകളെ കണ്ടുണരേണ്ടതുണ്ട്. അവരെ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം തികച്ചും വേദനാജനകമാണ്. നിങ്ങളിത് പരിശോധിക്കാൻ തയ്യാറാവണമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു വാക്കുകൂടി പറഞ്ഞ് നിർത്തട്ടെ. എൻ്റെ ഈ പരാമർശങ്ങൾ
എൻ്റെ ബഹുമാനപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾക്ക് വേദന ഉളവാക്കുന്നെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇയാൾ പറയുന്നത് റഫറൻസുകൾ കറക്റ്റാണോ, ഇയാൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി സത്യമാണോ. ആദ്യം എന്തൊക്കെയത് സൈനബ് വിഷയം എടുത്താൽ, ജെയിനിൻ്റെ പുത്രിയുടെ വിഷയം എടുത്താൽ, ഇപ്പോൾ കണ്ട ഇതര വിഷയങ്ങൾ നമ്മളെടുത്താൽ, ഒരു സ്ത്രീ ഭർത്താവുമായി പോകുമ്പോൾ മുഹമ്മദിന് താല്പര്യം തോന്നിയാൽ അവളോടൊത്ത് ജീവിക്കാൻ കഴിയത്തക്ക വിധം തലാക്ക് ചൊല്ലണം എന്നൊക്കെ പറയുന്നത് സത്യമാണ്. അല്ല നിങ്ങൾ പറയില്ല. കാരണം നിങ്ങളുടെ ഉസ്താദുമാർ പ്രസംഗിച്ചു, തബരിയെപ്പോലെയുള്ള ചിന്തകന്മാർ പറഞ്ഞത് ഞാൻ ഉദ്ധരിച്ചു. ഇതിനിടയിൽ ഇതിൻ്റെ സത്യത്തിൻ്റെ വശങ്ങളിലേക്ക് പരിശോധന നടത്തുക. എങ്ങനെയാണ് ഇങ്ങനൊരു മനുഷ്യന് ദൈവമനുഷ്യനാണെന്ന് പറയാൻ സാധിക്കുക? ഇത്തരം അബദ്ധങ്ങളെ താലൂലിച്ച് നിങ്ങളുടെ ഭൂമിയിലെ നല്ല ജീവിതം പാഴാക്കി കളയരുത്. നിങ്ങൾ തീവ്രവാദികളാകരുത്. നിങ്ങൾ ആയുധം കയ്യിലെടുക്കരുത്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ വഴിവിട്ട ജീവിതത്തിന് വേണ്ടി, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി എത്ര മനുഷ്യരുടെ തല കൊയ്തു, എത്ര രക്തപ്പുഴകളൊരുക്കി, ഏതെല്ലാം മനുഷ്യരോട് പ്രതികാര ബോധം തോന്നി. അതൊക്കെ വിട്ടിട്ട് നല്ല മനുഷ്യരാകാൻ നിങ്ങൾക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന അത്യുത്തമനായ നേതാവിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതചര്യകളെ പുച്ഛിച്ചു പുറംതള്ളിയ പ്രിയപ്പെട്ട മുഹമ്മദ് സലീം സുലൈമി അടക്കമുള്ള എൻ്റെ ബഹുമാന സുഹൃത്തുക്കൾക്ക് മുമ്പിൽ സമാനതകളില്ലാത്ത ആചാര്യൻ, അനുകരണയോഗ്യനായ മാതൃകാ പുരുഷനായ കർത്താവായ യേശു ക്രിസ്തു ഇഹലോകം ദർശിച്ചിട്ടുള്ളതിലെ ഏറ്റവും മാന്യതയുടെ പര്യായം, മഹത്തരമായ ജീവിതത്തിൻ്റെ ഉടമ. നിങ്ങൾക്കറിയണ്ടേ, കൊച്ചു പെൺകുട്ടിയായ ആയിഷയെ കണ്ട് അവളോട് വിവാഹ ജീവിതം ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് അബൂബക്കറോട് ആലോചന ചോദിക്കുന്ന മുഹമ്മദിനോടത്ത് 10-12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബാലയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞുകൊണ്ട് മരണാസന്നയായ ആ പെൺകുട്ടിക്ക് പുനർജീവൻ നൽകിക്കൊണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിക്കുന്ന യുവാവായ യേശു ക്രിസ്തു ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ 30 വയസ്സിലധികമാണ് പ്രായം, അല്ലെങ്കിൽ ആ നല്ല യൗവനം. അന്ന് 10-12 വയസ്സുള്ള ഒരു പെൺകുട്ടി യേശുവിൻ്റെ മുമ്പിൽ വന്നാൽ ആ കുഞ്ഞ് യേശുവിന് കുഞ്ഞ് തന്നെയാണ്. പ്രായപൂർത്തിയായ യുവതികളെ, സ്ത്രീകളെയൊക്കെ യേശു കണ്ടത്, സ്നേഹിച്ചത്, ബഹുമാനിച്ചത് ആദരവിൻ്റെ കണ്ണുകൾ കൊണ്ടാണ്, സ്നേഹവായ്പ കൊണ്ടാണ്, പിതൃസഹജമായ സഹോദര സഹജമായ ആ സ്നേഹത്തിൻ്റെ പ്രദർശനം കൊണ്ടാണ്. എന്നാൽ മുഹമ്മദ് അങ്ങനെ ആയിരുന്നോ? ജീവിതത്തിൽ ഏതെങ്കിലും സ്ത്രീയെ ഇത്തരത്തിൽ കാരുണ്യം കൊണ്ട് സ്നേഹിച്ചു എന്ന് പറയാൻ ചിലപ്പോഴൊക്കെ മുസ്ലിം സുഹൃത്തുക്കൾ പറയാറുണ്ട്, മുഹമ്മദ് വിവാഹം കഴിച്ചതൊക്കെ വിധവമാരെയായിരുന്നു, അതൊക്കെ കാരുണ്യം കൊണ്ടായിരുന്നു. ശരി, ഖുർആനിൽ നിന്ന് ഒരു തെളിവ് താ, കാരുണ്യം കൊണ്ട് മുഹമ്മദ് വിവാഹം കഴിച്ചു എന്ന് എഴുതിയിരിക്കുന്ന ഒരു തെളിവ് തരാൻ പറഞ്ഞാൽ കഴിയില്ല. ഇവിടെയാണ് അജയ്യനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വവും അവിടുത്തെ ദീപ്തമായ ജീവിതവും കൂടുതൽ ജ്വലനാത്മകമാകുന്നത്. ആ മഹത് വ്യക്തിത്വത്തിൻ്റെ പാതാരബിന്ദങ്ങളിലേക്ക് ഈ വചനം കേൾക്കുന്ന ഏവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.